ഒരിക്കൽ കടൽ തീരത്തുകൂടെ യാത്ര ചെയ്യുന്നൊരു ഞണ്ട് ഓരോ ചുവട് മുന്നോട്ട് വച്ചിട്ടും തിരികെ നോക്കുകയായിരുന്നു. തൻ്റെ കാൽപ്പാടുകളൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു. ദൂരേക്ക് നോക്കുമ്പോൾ കടന്നു വന്ന എല്ലാ വഴികളിലും ഒരു നീണ്ടൊരു വരി പോലെ പാദങ്ങൾ പതിഞ്ഞ് വളരെ സന്തോഷം നൽകുന്നൊരു അനുഭവമായിരുന്നു. ഞണ്ട് അഭിമാനത്തോടുകൂടി പറഞ്ഞു, എൻ്റെ കാൽപാദങ്ങൾ എത്രയോ മനോഹരമാണ്, ആര് കണ്ടാലും കുറച്ചു നേരം നോക്കി നിൽക്കും. അങ്ങനെ അഭിമാനത്തോടുകൂടി ഓരോ ചുവടും മുന്നോട്ട് വെച്ച് പോകുമ്പോൾ അപ്പോൾ വന്ന ഒരു തീരത്തേക്ക് അടിച്ച് ആ കാൽപ്പാടുകളെ മുഴുവൻ മായ്ച്ചു കളഞ്ഞു. ഞണ്ട് പറഞ്ഞു, കടലെ, ഞാൻ നിന്നോട് എത്രയോ സൗഹൃദമായിട്ടാണ് ജീവിക്കുന്നത്, നീ എൻ്റെ ഒരു നല്ല സുഹൃത്തെന്നാണ് കരുതിയത്. പക്ഷേ നീ എൻ്റെ കാൽപ്പാടുകൾ ഒരു ദയവുമില്ലാതെ മായ്ച്ചു കളഞ്ഞില്ലേ, എത്ര മനോഹരമായിരുന്ന കാൽപ്പാടുകളാണ്. അപ്പോൾ തിര പറഞ്ഞു, ഞണ്ട്, നിനക്കെന്നെ മനസ്സിലാകാതെ പോയതാണ്. എനിക്ക് നിന്നോടുള്ള സൗഹൃദം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല, അത് കുറയത്തുമില്ല. പക്ഷേ ഞാനീ ചെയ്തത് നിൻ്റെ ജീവിതത്തിലൊരു നഷ്ടമായിട്ട് കണക്കാക്കണ്ട. നിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് അങ്ങ് ദൂരെ നിന്ന് ഒരു നായ നിന്നെ ഭക്ഷിക്കാനായിട്ട് കാൽപ്പാടുകൾ പിന്തുടർന്ന് വരുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ തിര കൊണ്ടത് മായ്ച്ചു കളഞ്ഞത്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നേടുന്ന നേട്ടങ്ങളായിരിക്കില്ല നമ്മളെ ദൈവത്തിൻ്റെ കൂടെ ചേർത്ത് നിർത്തുന്നത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളായിരിക്കാം നമ്മളെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്നത്. നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആഗ്രഹിക്കുന്ന പഠനത്തിനൊരു അഡ്മിഷന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ചിലപ്പോൾ അത് കിട്ടുമായിരിക്കാം. പക്ഷേ ആ കിട്ടുന്നത്, നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മളെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്നില്ല എങ്കിൽ പിന്നെ ആ നേട്ടം നമുക്ക് വലിയ ബാധ്യതയായിരിക്കും. വിവാഹ തടസ്സം നേരിടുന്ന ഒരു വ്യക്തി വിവാഹ തടസ്സം മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കുന്നുണ്ടാകും. ചിലപ്പോൾ അവനിഷ്ടപ്പെട്ട ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളി തന്നെ കിട്ടിയെന്നിരിക്കാം. പക്ഷേ ഈ കിട്ടുന്ന ജീവിത പങ്കാളി നമ്മളെ ദൈവത്തോട് ചേർത്ത് നിർത്താൻ കെൽപ്പുള്ളതല്ല എങ്കിൽ ആ ജീവിതം ഒരു ബാധ്യതയായി മാറും. ജീവിതത്തിലെ നിലപാടുകളെക്കുറിച്ച് ഇന്ന് കർത്താവ് പറയുന്നുണ്ട്. അത്തിമരത്ത് നിന്ന് ഫലം പ്രതീക്ഷിച്ചിട്ട് ഫലം കിട്ടാതെ വന്നപ്പോൾ അത്തിമരത്തെ ശപിക്കുന്ന കർത്താവ്. പിന്നെ തുടർന്ന് പറയുന്നത് ദേവാലയത്തെക്കുറിച്ചാണ്. ദേവാലയത്തിന് സ്വീകാര്യമല്ലാത്ത നിലപാടുകളിലൂടെ പോയവരെ അവിടെ നിന്ന് ശുദ്ധീകരിക്കുന്നു. ഇതെൻ്റെ പിതാവിൻ്റെ ഭവനം കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സുവിശേഷം അവസാനിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആത്മീയത ഒരു നിലപാടാണ്. പ്രാഥമികമായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ മുമ്പേ നമ്മൾ ദൈവത്തോട് യാചിക്കേണ്ടത്, ദൈവമേ, അങ്ങയുടെ ഹൃദയം കടം തരണമെന്നാണ്. കാരണം നമുക്ക് മനുഷ്യരായ നമുക്ക് ആരോടും പൊറുക്കാൻ പറ്റില്ല. നമുക്കെല്ലാവർക്കും നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ചൊരു ധാരണയുണ്ട്. നമ്മുടെ ഈഗോ പലപ്പോഴും അതിന് അനുവദിക്കാറില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിന് മാത്രമേ ഭൂമിയിൽ പൊറുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല. നാളിതുവരെ നമ്മൾ നടത്തിയ പ്രാർത്ഥനയിൽ വിരോധാഭാസം എന്താണെന്ന് കർത്താവ് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് വൈരാഗ്യമുള്ളവരുടെ ലിസ്റ്റ് അതുപോലെ നിൽക്കുകയോ അതിൽ കൂടുകയോ ചെയ്യുന്നതല്ലാതെ കുറയുന്നൊരു അനുഭവം ഉണ്ടായിട്ടില്ല. പ്രാർത്ഥനയെ കർത്താവാണ് ഇത്ര ഗൗരവമായി കണ്ടിട്ടുള്ളത്. മനുഷ്യർ ഒത്തിരിയേറെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ ഹൃദയശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കാറില്ല. ഈ കർത്താവ് ആലയത്തെക്കുറിച്ച് പറയുന്നു. പ്രാഥമികമായിട്ട് നമ്മുടെ പ്രാർത്ഥന നമ്മളെ കൊണ്ട് എത്തിക്കേണ്ടത് നമ്മുടെ ശരീരമാകുന്ന ആലയത്തിൻ്റെ ശുദ്ധിക്കാണ്. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മളുടെ ഹൃദയവും മനസ്സും ശരീരവും ശുദ്ധമാകണം. ഇതൊരു ആത്മീയ സംസ്കാരമാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മളുടെ ശരീരമാകുന്ന ആലയത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള ശ്രമമായി മാറണം. കാര്യങ്ങൾ നേടുകയല്ല നമ്മുടെ യഥാർത്ഥ പ്രാർത്ഥനയുടെ ലക്ഷ്യമായി മാറേണ്ടത്. ഇന്ന് പല പ്രാർത്ഥനാ കേന്ദ്രങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്കാരം, നിങ്ങളൊന്നും ചെയ്യേണ്ട, ഇവിടെ വന്നാൽ മതി, എല്ലാം ശരിയാകുമെന്നാണ്.
എനിക്ക് തോന്നുന്നു കർത്താവിൻ്റെ മനസ്സിന് വ്യത്യസ്തമായൊരു സംസ്കാരമാണത്. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ തന്നെ ഒരു വലിയ പ്രയത്നത്തിൻ്റെ മേഖലയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കുന്നുണ്ട്. ഇനിയും ശുദ്ധീകരിക്കണം, ഇനിയും ശുദ്ധീകരിക്കണം. ഒരു ശുദ്ധീകരണത്തിൻ്റെ സംസ്കാരമാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. കർത്താവിന് അനുഗ്രഹം വേണമെങ്കിൽ കർത്താവ് പറയുന്നത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാഗം വ്യക്തമാക്കുക. നിങ്ങളുടെ കടക്കാരോടൊക്കെ, നിങ്ങൾക്ക് വൈരാഗികളോടൊക്കെ പുറത്തിട്ട് കർത്താവിനെ വിളിക്കുക. ഈ ഒരു സംസ്കാരമാണ് ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആളെ കൂട്ടാനുള്ള തീക്ഷ്ണതയിൽ എല്ലായിടത്തും രോഗശാന്തി വലിയൊരു തുറപ്പ് ചീട്ടായിട്ട് മാറുകയാണ്. യഥാർത്ഥത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് രോഗശാന്തിയേക്കാൾ അധികമായിട്ട് ഹൃദയശുദ്ധിയല്ലേ. ഈ ഹൃദയശുദ്ധി നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കണം. ഈ ശുദ്ധീകരിക്കപ്പെടുന്ന ശരീരത്തോടു കൂടിയുള്ള നമ്മുടെ പ്രാർത്ഥന രീതികൾ നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ പുറത്തേക്ക് നിർഗളിക്കേണ്ട ഒരു ശുദ്ധീകരണ സംസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ കടന്നു പോകുന്ന എല്ലായിടത്തും നമ്മൾ ദൈവത്തെ കൊണ്ടുപോകണം. അതുകൊണ്ടുള്ള ദേവാലയം എന്നുള്ളത് നമ്മളുടെ സങ്കല്പങ്ങൾക്ക് ഉള്ളിൽ നിന്നൊരു മനസ്സിലാക്കേണ്ട ഇടമല്ല. ദൈവത്തിൻ്റെ ആലയമാണ്. അവിടെ ഈ ഒരു ആത്മീയ ശുദ്ധീകരണത്തിന് സംസ്കാരത്തിന് അപ്പുറം ഒന്നും നടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കർത്താവ് നാണയമാറ്റക്കാരെയും കന്നുകാലികളെ വലിച്ചുകൊണ്ട് പോയവരൊക്കെ ആട്ടി പുറത്താക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ ഭവനം അതൊരു ശുദ്ധീകരണത്തിന് ഇടമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന സംസ്കാരം നമ്മളെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് പഠിപ്പിക്കാറില്ല. ഏത് വിധേനയും നേടിയെടുക്കേണ്ടതൊക്കെ നേടിയെടുക്കുക. അതെവിടെ പോയിട്ടാണെങ്കിലും കാര്യം നടത്തുക. നിങ്ങൾ ആരും ഒരു മാറ്റത്തിനും വിധേയമാകരുതെന്ന് പഠിപ്പിക്കുന്നൊരു സംസ്കാരമാണ് ലോകത്തിലും എന്തിനേറെ പറയുന്ന പല കേന്ദ്രങ്ങളിലും ഇന്ന് പിന്തുടരുന്നത്. അവിടെയാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എവിടെ പോയാലും ശരി നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കാതെ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് കർത്താവ് അത്തിമരത്തിൻ്റെ ഉപമ പറയുന്നത്. അത്തിമരത്തിൻ്റെ സീസൺ അല്ല എന്ന് പറഞ്ഞാൽ ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യരായി ജീവിക്കാമെന്ന് വാക്ക് കൊടുത്തവർ 24 മണിക്കൂറും ക്രിസ്തുവിൻ്റെ ശിഷ്യരായി തന്നെ ജീവിക്കണം. അതിൽ വേറൊരു എക്സ്ക്യൂസ് വരുന്നില്ല. സുവിശേഷം പറയുന്നുണ്ട് അത്തിമരത്തിൻ്റെ സീസൺ അല്ലായിരുന്നൊക്കെ പറയുന്നു. അതൊന്നും കർത്താവിന് വില പോകുന്നില്ല. കാരണം കർത്താവ് തന്നെ ശിഷ്യന്മാരിൽ നിന്ന് സീസൺ അനുസരിച്ച് ഫലം പുറപ്പെടുവിക്കുന്നവരല്ല തിരഞ്ഞെടുത്തത്. നിങ്ങൾ ലോകമെമ്പാടും പോയി എൻ്റെ നാമത്തിൽ എല്ലാ സമയവും പ്രവർത്തിക്കണം ലക്ഷ്യത്തോടെ കർത്താവ് പറയുന്നത്. അക്ഷീണമായി പ്രവർത്തിക്കണം. അതുതന്നെയല്ലേ നമ്മളെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തി ഹൃദയത്തെയും വ്യക്തികളെയും സമൂഹത്തെയും ദേവാലയത്തിനെയും ശുദ്ധീകരിക്കുന്ന ഒന്നായി മാറണം. ദേവാലയം എന്നത് നമ്മുടെ ശുദ്ധീകരണത്തിനുള്ള ഇടമായിട്ട് മാറുമ്പോൾ മാത്രമേ അവിടെ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് അനേക ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യർ ആത്മീയമായ അലച്ചിലുകൾക്ക് വിധേയമാവുകയാണ്. കർത്താവ് പറയുക, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്ന ഹൃദയ നൈർമല്യം, ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്ന ഹൃദയശുദ്ധിയൊക്കെ കൈമുതലായുള്ള മനുഷ്യരെ നമുക്ക് മാറാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.